മുടി കൊഴിച്ചില്, താരൻ, സ്കാൽപ്പില് ചൊറിച്ചില് ഇതൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഹെയർ പ്രോബ്ലംസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എന്ന് പറയുന്നത്. പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല മോയ്സ്ചർ ഏകാനും അതുപോലെ തന്നെ താരൻ പോലെയുള്ള സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് തടയാനും കാസ്റ്റർ ഓയിൽ ദ ബെസ്റ്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ നമുക്ക് എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നത് എന്നാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ് കാസ്റ്റർ ഓയിൽ, കാസ്റ്റർ ഓയിൽ നമുക്ക് എങ്ങനെയാണ് മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലിന്റെ മറ്റു ഗുണങ്ങൾ എന്താണ്, കൂടാതെ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കാസ്റ്റർ ബീൻസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെജിറ്റബിൾ ഓയിൽ ആണ് കാസ്റ്റർ ഓയിൽ. ഇതൊരു പെയിൽ യെല്ലോ കളറായിട്ടുള്ള വളരെ തിക്കായിട്ടുള്ള ഒരു ഓയിലാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ കെയറും ഹെയർ കെയർ പ്രോഡക്ട്സിലും ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ ഗ്രോത്തിനായിട്ട് കാസ്റ്റർ ഓയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുടിയുടെ നീളത്തിനും ഉള്ളിനും അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാസ്റ്റർ ഓയിൽ ഒരു തിക്ക് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വേറെ ഏതെങ്കിലും ഒരു ഓയിൽ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ നമ്മൾ ഡബിൾ ബോയിലും കൂടി ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ കൂടെ ചേർക്കുന്നത് നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിൽ എടുക്കണം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാസ്റ്റർ ഓയിലിൻ്റെ തിക്കിന് അല്പം കുറവുണ്ടാവും. ഇനി നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഈ ഒരു എണ്ണ നമ്മൾ നേരിട്ട് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മുടെ കാസ്റ്റർ ഓയിൽ പ്ലസ് കോക്കനട്ട് ഓയിൽ മിക്സ് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരാം. നമ്മൾ ഹെയറിൽ ഓയിലോ അല്ലെങ്കിൽ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ജടയെല്ലാം വെടുത്തി നല്ല വൃത്തിയായിട്ട് വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഹെയർ പാക്കോ അല്ലെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി വെടുത്തുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ മുടി നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്ത് ജടയെല്ലാം വെടുത്തിയ ശേഷം മാത്രമേ ഹെയറിൽ എന്തും അപ്ലൈ ചെയ്യാവൂ. ഇനി നമ്മുടെ ഈ ആവണക്കെണ്ണ കോക്കനട്ട് മിക്സിലോട്ട് ഞാൻ എൻ്റെ വിരലുകൾ മുക്കിയ ശേഷം അത് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യാണ്. ശരിക്കും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇളം ചൂടിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് മുടി വളരാനൊക്കെ നല്ലത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. മുടി വളർത്തുന്നത് മാത്രമല്ല കാസ്റ്റർ ഓയിലിന് മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് കോൺസ്റ്റിപ്പേഷൻ മാറ്റുക എന്നുള്ളത്. കാരണം കാസ്റ്റർ ഓയിൽ ഒരു നാച്ചുറൽ ലാക്സേറ്റീവ് ആണ്. അതുകൊണ്ട് ഒരു പ്രത്യേക അളവിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് മാറും. അതുകൊണ്ട് തന്നെ ചില ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഡെലിവറിക്ക് മുൻപ് എനിമയ്ക്ക് പകരം പലരും ഒരു അളവിൽ കാസ്റ്റർ ഓയിൽ കുടിക്കാനാണ് നിർദ്ദേശിക്കാറ്. കാസ്റ്റർ ഓയിൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് കാസ്റ്റർ ഓയിൽ മറ്റെന്തെങ്കിലും കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ശരീരത്തിൽ എല്ലായിടത്തും പുരട്ടാവുന്നതാണ്. ഇൻഫ്ലമേഷൻ തടയാനും ബാക്ടീരിയയെ മാറ്റാനും അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ നല്ല സ്മൂത്തൊക്കെ ആക്കാനും കാസ്റ്റർ ഓയിൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നാച്ചുറൽ ആക്നെ റെമഡി കൂടിയാണ്.
കാസ്റ്റർ ഓയിലിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ ഒരു അളവിന് കൂടുതൽ കാസ്റ്റർ ഓയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഛർദിയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചില സ്കിൻ ടൈപ്പുകാർക്ക് ഇത് അലർജി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ മസാജ് ചെയ്ത ശേഷം നമുക്കൊരു ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഇതൊരു തിക്ക് ഓയിൽ ആയതുകൊണ്ട് തന്നെ മുടിയിൽ പൊടിയൊക്കെ വന്ന് ഇരിക്കാനും മുടിയാകെ ചെളിയാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റ് വച്ച ശേഷം നമുക്ക് ഒരു മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരും ഡ്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ. ഇവിടെ ഇപ്പൊ നല്ല സമ്മർ സീസൺ ആണ്. നോർമലി 43-44 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുണ്ട്. അപ്പൊ ഞാൻ ഈ ഓഫീസിൽ പോകുന്നത് കൊണ്ട് തന്നെ മുടിക്ക് നന്നായിട്ട് ചൂട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയായിട്ട് എനിക്ക് മുടി ഭയങ്കരമായിട്ടൊരു ഫ്രിസി ആൻഡ് ഡാമേജ് പോലെ, കാണുമ്പോൾ നമ്മൾ മുടി കെട്ടി വെച്ചാലും ഒരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഈ കാസ്റ്റർ ഓയിലിന്റെ ഈ ഉപയോഗിച്ച ശേഷം എനിക്ക് മുടിക്ക് നല്ല മാറ്റം വന്ന പോലെ, ശരിക്കും നല്ല മോയ്സ്ചറൈസ് ആയിട്ട്, ശരിക്കും ഇതൊരു മോയ്സ്ചറൈസർ പോലെയാട്ടോ മുടിക്ക്. മുടി നല്ല ഒതുങ്ങി, അധികം ജടയൊന്നും പിടിക്കുന്നില്ല. കൂടാണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയി ലുക്ക് കൂടി മുടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് എന്താ പറയാ, അത്രയും നല്ലൊരു മാറ്റം എൻ്റെ മുടിക്ക് തന്നത്. കാരണം ഭയങ്കര ഡാമേജ് ആയി ഒരു ഫ്രിസി പോലെ ഇരുന്ന മുടിയിൽ ഇങ്ങനൊരു മാറ്റം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് അറിയിച്ചോളൂ. കൂടാതെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.